ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംഘപരിവാറിന് വളരാനുള്ള വളമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി അഭിപ്രായപ്പെട്ടു. സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPMന്റെ ഈ നീക്കത്തിൽ സമുദായം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി അംഗം സലീം മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് A. ജാഫർ അലി സ്വാഗതവും ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് RP സിദ്ദീഖ് നന്ദിയും പറഞ്ഞു. സംഘപരിവാറിന്റെ ഒരു എൻട്രി പോയിന്റ് എന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരുന്നത്. ആ മത്സരം ശ്രദ്ധിച്ച ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDFും BJPയും തമ്മിൽ ഒരു മത്സരമേ ഉണ്ടായിട്ടില്ല. മത്സരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവര് രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും പരസ്യമായി തന്നെ ബോധ്യപ്പെടുന്ന വിധം UDFനെതിരെ ഒന്നിച്ച് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ പുതിയ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു. അത് CJP എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് നിങ്ങളെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കെട്ടുതാലി ഊരിയെടുത്തുകൊണ്ട് ഇവന്മാരെ മുസ്ലിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങൾ ഇവർ വോട്ട് ചെയ്യരുത് എന്നുപോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറയാണ്. ഇവര് വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. ഇവര് പെറ്റുപെരുകുന്ന, നിരന്തരമായി കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്നെല്ലാം പറഞ്ഞ് വംശീയതയുടെയും വർഗീയതയുടെയും ഭീകരമായ അജണ്ടകൾ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും BJPയുടെ നേതാക്കന്മാരുമെല്ലാം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കതിൽ ആശ്ചര്യമില്ല, ഒരു കൗതുകവും അതിലില്ല. കാരണം സംഘപരിവാരം എന്ന് പറഞ്ഞാൽ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും അവരുടെ കയ്യിലില്ല. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡോളറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 87 രൂപയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം രൂപയുടെ മൂല്യം തകർന്നുപോയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.